എല്ലാവർക്കും മിയാസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ മെജോഷ്. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു പാൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമുക്കൊരു 5 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായാലും 4 മണിക്കായാലും ഈ ഒരു പലഹാരം മതി. ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പാൻ കേക്ക് നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെയധികം ടേസ്റ്റിയുമാണ്. മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കിഡ്സ് റെസിപ്പികൾ കാണാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 നുള്ള് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു അത്യാവശ്യം മധുരമുള്ള രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെല്ലം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറുള്ള കോഴിമുട്ടയാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. 1 കപ്പ് പാലുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/2 കപ്പ് പാലാണ് എടുത്തത്. ആ പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യാനുസരണം വേണം ബാക്കി പാൽ ചേർത്ത് കൊടുക്കാൻ. ആദ്യം തന്നെ 1 കപ്പ് പാൽ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ലൂസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അത് കാരണമാണ് ആദ്യം ഒരു 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ കുറച്ച് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1/2 കപ്പ് പാലും കൂടി എടുത്തിട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ്. 1 കപ്പ് പാൽ ഫുള്ളായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊക്കെ മാറ്റി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പൊക്കി നോക്കുമ്പോൾ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി തുറന്ന് കൊടുക്കാം. അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചെറുതായി പോളകൾ പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്ത കാരണം തന്നെ. ഒരു പാൻ സ്റ്റൗമ്മ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ടൈമിൽ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് മാവൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കയ്യിൽ മാവാണ് എടുക്കുന്നത്. ഈ മാവ് ചൂടായ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് പോളകൾ വന്നു തുടങ്ങും. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് മുകളിലത്തെ ഭാഗം ഫുള്ളായി കുക്കായി വരുന്ന ഒരു ടൈമിൽ കയ്യിൽ വെച്ചൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറുവശം കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ബാക്കിയുള്ള മാവിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ആണെന്നുണ്ടെങ്കിൽ ഒരു നുള്ളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ സാധാ ഉണ്ടാക്കുമ്പോഴും ആവശ്യത്തിന് സോഫ്റ്റ് ഉണ്ട്. പക്ഷേ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഡബിൾ സോഫ്റ്റ് എന്ന് പറയില്ല, അത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇല്ലാണ്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമ്മൾ എഗ്ഗ് മാത്രം ഉണ്ടാക്കുന്നതിനായിട്ട് നന്നായിട്ട് ഹോൾസ് ഇതിന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി പൊങ്ങിയും വന്നിട്ടുണ്ട്. കയ്യിൽ വെച്ചിട്ട് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ പാൻ കേക്ക്. പെട്ടെന്ന് തന്നെ എടുത്തിട്ട് മറിച്ചിടുമ്പോൾ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ടായി. കാരണം നല്ല സോഫ്റ്റായിട്ട് സൈഡിൽ നിന്നും ആക്കി കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം മറ്റേ സൈഡും കൂടി ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നന്നായിട്ട് ഹോൾസ് വരുന്ന ഒരു ടൈമിൽ ലോ ഫ്ലെയിമിലേക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇരുന്ന് മുകളിലത്തെ ഭാഗം കുക്കായി വരുന്ന ടൈമിൽ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മറു സൈഡും ഒന്ന് കുക്കായി വരണം. ഇപ്പോൾ ഈ സൈഡും കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാൻ കണ്ടില്ലേ ഇപ്പോൾ കളർ ചേഞ്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് സർവിങ് പ്ലേറ്റിലേക്ക് ചേഞ്ച് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പാൻ കേക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ പാൻ കേക്ക് എല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കണ്ടില്ലേ ഈ ഒരു സൈഡ് ഈ ഒരു കളറിലാണ് ഇരിക്കുക. അതേപോലെ തന്നെ മറ്റേ സൈഡ് നമ്മൾ ചെറുതാക്കി മൊരിയിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഹോൾസും വന്നിട്ടുണ്ട്.
നമുക്ക് കൈ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഉള്ളിലത്തെ ആ സോഫ്റ്റ്നെസ് കാണാൻ പറ്റുന്നതായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് നമുക്ക് ഉള്ളിൽ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള പാൻ കേക്ക് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ മക്കൾക്കായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി പാൻ കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം പുതിയ വെറൈറ്റി റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.